സനാതനധർമ്മത്തെ ഉടച്ചു വാർത്തയാളാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു പറഞ്ഞിരുന്നത് സനാതനധർമ്മം തന്നെയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എന്തായിരുന്നു ഗുരു പറഞ്ഞതും വിശ്വസിച്ചതും? സനാതനധർമ്മത്തിൽ എവിടെയാണ് ശ്രീനാരായണ ഗുരു? സത്യം പറയട്ടെയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുവിന്റെ സംഭാഷണങ്ങൾ പ്രൊഫസർ MK സാനു സമാഹരിച്ചിട്ടുണ്ട്. അതിലൊരു സംഭവം പറയുന്നുണ്ട്. ബർമ എന്ന ഇന്നത്തെ മ്യാൻമാറിൽ പോയി വന്ന ശിഷ്യനോട് ബുദ്ധക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ഗുരു ചോദിച്ചു. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉള്ളതിലധികം വിഗ്രഹങ്ങൾ അവിടെയുണ്ട് എന്നായിരുന്നു ശിഷ്യന്റെ മറുപടി. വിഗ്രഹങ്ങൾ വളരുന്നത് മുടി വെട്ടുന്നത് പോലെയാണെന്നായിരുന്നു ഗുരു ഇതിനോട് കൂട്ടിച്ചേർത്തത്. വെട്ടുംതോറും വേഗവും അധികവും മുടിയും വിഗ്രഹങ്ങളും ഉണ്ടാകാൻ തുടങ്ങും. വിഗ്രഹം പാടില്ല എന്ന് ബുദ്ധൻ നിർബന്ധിച്ചതുകൊണ്ടായിരിക്കും ഇത്രയേറെ വർദ്ധിച്ചത് എന്നായിരുന്നു ഗുരു പറഞ്ഞത്. ശ്രീനാരായണ ഗുരുധർമ്മത്തിന് സനാതനധർമ്മവുമായുള്ള അകലം ഈ ഒരു സംഭാഷണത്തിൽ മാത്രമല്ല വ്യക്തമാകുന്നത്. വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷിയാകാൻ ക്ഷത്രിയനായ വിശ്വാമിത്രൻ തപസ്സിരുന്ന കഥ ശ്രീനാരായണ ഗുരു ശിഷ്യരോട് പറയുന്നത് ഇങ്ങനെയാണ്. തപസ്സിലൂടെ പുതിയ സ്വർഗം സൃഷ്ടിക്കാനുള്ള വരം പോലും വിശ്വാമിത്രൻ നേടി. എന്നിട്ടും വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണെന്ന് ബ്രാഹ്മണനായ വസിഷ്ഠൻ അംഗീകരിച്ചില്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിന്റെ വ്യത്യാസമാണുള്ളത്. അത്ര അടുത്തു നിൽക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനാകാൻ ശ്രമിച്ചിട്ടുണ്ടായ പാടാണിത്. ആ സ്ഥിതിക്ക് എത്രയോ ദണ്ഡ് അകലെ കിടക്കുന്ന മറ്റു ജാതിക്കാർ ബ്രാഹ്മണ്യത്തിന് ശ്രമിച്ചാലുള്ള പുകിൽ എന്തായിരിക്കും? ഇതായിരുന്നു ഗുരു ശിഷ്യരോട് ചോദിച്ച ചോദ്യം. മരിച്ചാൽ ദഹിപ്പിക്കണോ കുഴിച്ചിടണോ എന്ന് ചോദിച്ചവർക്ക് ഗുരു നൽകിയ മറുപടിയുണ്ട്. ചക്കിലാട്ടി വളമായെടുത്ത് കൃഷിക്ക് ഉപയോഗിക്കാമെന്നായിരുന്നു പ്രശസ്തമായ ഉത്തരം. കുഴിച്ചിടുന്നതിനെ എതിർത്ത് ദഹിപ്പിക്കുന്നതിനായി ഹിന്ദുധർമ്മ വിശ്വാസികൾ പ്രചാരണം നടത്തുന്ന കാലത്തായിരുന്നു ഗുരുവിന്റെ ആ തീർപ്പ് കൽപ്പിക്കൽ. തിരുവനന്തപുരം കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് സന്ദർഭം. പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരു ഇറങ്ങി വരുമ്പോൾ ഒരു ബ്രാഹ്മണ പുരോഹിതൻ ഗുരുവിനെ ചോദ്യം ചെയ്തു. ഏത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നായിരുന്നു വന്നു ചോദിച്ചയാൾക്ക് അറിയേണ്ടത്. അടി അളന്നു നോക്കണം എന്നാണ് ഗുരു ഉത്തരം നൽകിയത്. ചോദിച്ചയാൾ ഒന്നും മനസ്സിലാകാതെ നിന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, കുട്ടി ജനിച്ച ശേഷമല്ലേ ജാതകം നോക്കുന്നത്? മുഹൂർത്തം നോക്കിയല്ലോ കുട്ടി ജനിക്കുന്നത്. പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ജാതകം നോക്കാമെന്നാണ് ഗുരു പറഞ്ഞത്. രാശി നോക്കാതെ ഗുരു പ്രതിഷ്ഠ നടത്തിയെന്ന് വിമർശിക്കപ്പെട്ട ആ ക്ഷേത്രം 128 വർഷം കഴിഞ്ഞും പതിനായിരങ്ങളുടെ വിശ്വാസ കേന്ദ്രമായി തുടരുന്നുണ്ട്. ശിവഗിരി തീർത്ഥയാത്രയ്ക്ക് അനുമതി തേടി വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും TK കിട്ടൻ റൈറ്ററും ഗുരുവിനെ സന്ദർശിച്ച സംഭവമുണ്ട്. ഇത് കേട്ട വഴി തീർത്ഥാടനമോ ശിവഗിരിയിലോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. വർക്കല ജനാർദ്ദനം പുണ്യസ്ഥലമാണല്ലോ, അതിനടുത്ത് ശിവഗിരി കൂടി പുണ്യസ്ഥലമാകുമോ എന്നായിരുന്നു ഗുരുവിന്റെ സംശയം. TK കിട്ടൻ റൈറ്ററാണ് നിലപാട് വിശദീകരിച്ചത്. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഞങ്ങൾക്കാർക്കും പ്രവേശനമില്ല. അല്ലാതെ പോകുന്നവർക്ക് ഹേമദണ്ഡങ്ങളും മാനക്കേടും പണനഷ്ടവുമാണ് ഉണ്ടാകുന്നത്. ഗുരു കൽപ്പിച്ചാൽ ശിവഗിരി പുണ്യസ്ഥലമാകും. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അനുവാദം തന്നിരിക്കുന്നുവെന്നാണ് ഗുരു പറഞ്ഞത്. ഏതു ദിവസം തീർത്ഥാടനം നടത്തണമെന്ന് ചോദിച്ചത് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരാണ്. തീർത്ഥാടകർ ശിവഗിരിയിൽ എത്തുന്നത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിന് ആയിക്കൊള്ളട്ടെ, ജനുവരി 1-ന്. മറ്റ് രാശിയൊന്നും നോക്കേണ്ടതില്ല എന്നും ഗുരു പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനം പോലും തീരുമാനിക്കപ്പെടുന്നത് ഈഴവർക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശനം കിട്ടാത്തതിനെ തുടർന്നാണ്. തീർത്ഥാടനത്തിന്റെ തീയതി ഗുരു കുറിച്ചത് ബ്രിട്ടീഷുകാരുടെ ആണ്ടുപിറപ്പായ ജനുവരി 1-നാകട്ടെ എന്നാണ്. വൃശ്ചികത്തിലെയും ധനുവിലെയും മകരത്തിലെയും ഒന്നും രാശി നോക്കിയോ ഗണിച്ചോ അല്ല അത് തീരുമാനിച്ചത്. ഇനി തീർത്ഥാടനത്തിന് എന്ത് വ്രതം വേണമെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ ഉത്തരമുണ്ട്. നീണ്ട വ്രതവും കഠിന വ്യവസ്ഥകളും എല്ലാവർക്കും ആചരിക്കാവുന്നതല്ല. വേണമെങ്കിൽ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി 10 ദിവസം നോക്കിയാൽ മതി. മറ്റു മതങ്ങളുടെ ആചാരങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നാണ് ഗുരു പറഞ്ഞത്. എന്താണ് പഞ്ചശുദ്ധി എന്നും ഗുരു പറയുന്നുണ്ട്. ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നാണ് ഗുരുവിന്റെ പരിഭാഷ. തീർത്ഥയാത്രയ്ക്കുള്ള വസ്ത്രം മഞ്ഞ വേഷമാകട്ടെ എന്നും പറഞ്ഞ് ഗുരു ഒരു ഓർമ്മപ്പെടുത്തലും നടത്തുന്നു. ആരും മഞ്ഞപ്പട്ട് വാങ്ങരുത്. കോടിവസ്ത്രം പോലും വേണ്ട. ഉപയോഗിച്ച വെള്ളവസ്ത്രം മഞ്ഞളിൽ മുക്കിയെടുത്താൽ മതി. രുദ്രാക്ഷം ധരിക്കേണ്ടതില്ലേ എന്ന് അപ്പോൾ ചോദ്യമുയർന്നു. രസകരമായി ശ്രീനാരായണ ഗുരു അതിന് മറുപടിയും പറഞ്ഞു. രുദ്രാക്ഷം കുറെ അരച്ച് പച്ചവെള്ളത്തിൽ കലക്കി കുടിച്ചു നോക്കുക, ചിലപ്പോൾ എന്തെങ്കിലും ഗുണം കിട്ടുമായിരിക്കുമെന്നായിരുന്നു ആ ഉപദേശം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ശ്രീനാരായണ ഗുരു ചോദിച്ചു, ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. അത് ആത്മീയത വളർത്താനല്ലെന്നും അതിന് വ്യക്തമായ ഉദ്ദേശം ഉണ്ടാകണമെന്നും ഗുരു ശിഷ്യരോട് പറഞ്ഞു. ഇനി പറയുന്ന ലക്ഷ്യങ്ങൾ കടലാസിൽ എഴുതിയെടുക്കാനും ഗുരു നിർദ്ദേശിച്ചു.
തീർത്ഥാടനത്തിന് 8 ലക്ഷ്യങ്ങളാണ് ഗുരു പറഞ്ഞത്. 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 ഈശ്വരഭക്തി, 4 സംഘടന, 5 കൃഷി, 6 കച്ചവടം, 7 കൈത്തൊഴിൽ, 8 സാങ്കേതിക പരിചയം. ഈ 8 ലക്ഷ്യങ്ങൾ പറഞ്ഞ ശേഷം ഗുരു പറഞ്ഞു, ഭജനയല്ല തീർത്ഥാടനത്തിന് വേണ്ടത്, ഈ വിഷയങ്ങളെ പറ്റിയുള്ള പ്രസംഗ പരമ്പരകളാണ്. ഓരോ തീർത്ഥാടനം കഴിയുമ്പോഴും ഈ വിഷയങ്ങളിൽ പുതിയതായി ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് ഇവിടെ വരുന്നവർ അറിയണം. അതാകണം ശിവഗിരി തീർത്ഥാടനം. ഈഴവർക്ക് മാത്രമല്ല, ഈഴവരിലൂടെ രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകാനാണ് തീർത്ഥാടനമെന്നാണ് ഗുരു ഇക്കാര്യത്തിൽ അവസാനമായി പറഞ്ഞത്. അങ്ങനെ ഗുരു വിഭാവന ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിലെ ഈ വർഷത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. ആ പ്രസംഗമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ചൊടിപ്പിച്ചത്. ഗുരു സനാതനധർമ്മത്തിന്റെ ഏതു വശത്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ സമ്പൂർണ്ണ കൃതികൾ വായിക്കുക തന്നെ വേണം. നമസ്കാരം.